നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇതാ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. നിർണായകമായ മത്സരത്തിൽ ഒമാനെ 6 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി 13 പന്തുകൾ ശേഷിക്കെയാണ് ഒരു വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തിയത്. ഒമാൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 7 വിക്കറ്റ് 135 റൺസാണ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ 17.5 ഓവറുകളിൽ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. ഇത്തവണ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്ന് അധികം റൺസ് പിറന്നില്ല. എന്നാലും നമ്മുടെ ടീം ഒടുവിൽ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ഒമാനു വേണ്ടി 54 റൺസാണ് വസീം അലി അടിച്ചത്. 45 പന്തിൽ അദ്ദേഹത്തിൻ്റെ വക 54 റൺസ്. അതോടൊപ്പം തന്നെ ഹമ്മാദ് മിർസ 16 പന്തിൽ നിന്ന് 32 റൺസ് മികച്ച തുടക്കവും കൊടുത്തിരുന്നു. എന്നാൽ ലോവർ മിഡിൽ ഓർഡറിൽ അധികം സ്കോറുകൾ വരാതിരുന്നതോടെ 20 ഓവറിൽ അവർ 7 വിക്കറ്റിന് 135 എന്ന നിലയിൽ ഒതുങ്ങി. ഇന്ത്യ എക്ക് വേണ്ടി ഗുർജപ്നീത് സിംഗും സുയാഷ് ശർമ്മയും 2 വീതം വിക്കറ്റുകൾ എടുത്തപ്പോൾ വിജയ്കുമാർ വൈശാഖും ഹർഷ് ദ്യൂബയും നമാൻ ദിറും ഓരോ വിക്കറ്റുകൾ എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ പ്രിയാൻ ഷാര്യ 10 റൺസ്, വൈഭവ് സൂര്യവംശി 13 പന്തിൽ നിന്ന് 12 റൺസ്. അങ്ങനെ മികച്ച തുടക്കമിടാൻ നമ്മുടെ ഓപ്പണർമാർക്ക് കഴിഞ്ഞില്ല. പിന്നാലെ വന്ന നമാൻ ദിർ 19 പന്തിൽ 30 റൺസും അതുപോലെ ഹർഷ് ദ്യൂബെ 44 പന്തിൽ 53 റൺസുമായി പുറത്താകാതെ നിൽക്കുകയും ചെയ്തതോടെ ഇന്ത്യയുടെ വിജയത്തിൻ്റെ അടിത്തറയായി. നെഹാൽ വധേര 23 റൺസ് അടിച്ചു. ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിലേക്ക് എത്തുമ്പോൾ ജിതേഷ് ശർമ്മ 1 പന്തിൽ 4 റൺസുമായിട്ട് പുറത്താകാതെ നിന്നിരുന്നു. ഏതായാലും ഒടുവിൽ 6 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യ റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.